ഹലോ ഗൈസ്, പണ്ടുകാലത്തെ വളരെയധികം ഭയാനകരവും രസകരവുമായ കുറച്ച് ശിക്ഷാ രീതികളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ലിഞ്ച് പണ്ടുകാലങ്ങളിൽ ചൈനയിൽ കൊടുക്കുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു. ലിഞ്ച് അനുസരിച്ച് ഒരു ചെറിയ കത്തി കൊണ്ട് ഒരാളുടെ പിറം അത്രയും വരയും അവസാനം അയാളുടെ കൈയും കാലും മുറിച്ചെടുക്കും. ഇതും ചൈനയിൽ തന്നെയുള്ള ഒരു ശിക്ഷാ രീതിയായിരുന്നു. ഈ ശിക്ഷാ രീതി അനുസരിച്ച് സിൽക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി മറ്റു രാജ്യക്കാർക്ക് ചോർത്ത് കൊടുക്കുകയാണെങ്കിൽ ചൂട് വെള്ളത്തിൽ മുക്കിക്കൊടുക്കും. പണ്ടുകാലങ്ങളിൽ ടാക്സ് അടയ്ക്കാത്ത ആൾക്കാരെ അത്യാഗ്രഹികൾ എന്ന് മുദ്രകുത്തി ചൂടാക്കി ഒരുക്കിയ സ്വർണം കൊടുപ്പിക്കുമായിരുന്നു. പണ്ടുകാലങ്ങളിൽ റോമിൽ നടത്തിയിരുന്ന ഒരു ശിക്ഷയാണ് ഒരാളുടെ കൈയും കാലും കെട്ടിയിട്ടിട്ട് തേനിൽ മുക്കിയിട്ട് വിശന്ന് വലഞ്ഞു കിടക്കുന്ന ഒരു എലിക്കൂട്ടിൻ്റെ മുന്നിലിട്ട് കൊടുക്കും. പിന്നെ പറയണ്ടല്ലോ, എലി എത്രയും ആ മനുഷ്യനെ കടിച്ചു കീറും. ഇത് ആഫ്രിക്കയിൽ പണ്ടുകാലത്തും ഇപ്പോഴും ചെയ്യുന്ന ഒരു ശിക്ഷാ രീതിയാണ്. ഒരാളെ തല കീഴായി കെട്ടിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ തീയിടും. അപ്പോൾ ആ തീയിൻ്റെ ചൂട് കാരണം അയാൾ മരിക്കും. പണ്ടുകാലത്ത് അമേരിക്കയിൽ നടത്തിയൊരു ശിക്ഷാ രീതിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ വൈറ്റ് ഹൗസ് ടോർച്ചർ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളെ ജയിലിലിടും. ആ ജയിലിൻ്റെ കളറും വൈറ്റാണ്, അയാൾ ഇടുന്ന ഡ്രസ്സും വൈറ്റാണ്, എന്തിന് അയാൾ കഴിക്കുന്ന ആഹാരം വരെ വൈറ്റാണ്. പയ്യെ അയാൾ ബോറടിച്ച് അയാളുടെ മെമ്മറീസ് അത്രയും ലോസാവും. കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രെയിനിൽ പുതിയതായിട്ടൊന്നും വരണില്ല. പിയോണ കുലൈ എന്ന് പറയുന്ന ഒരു ശിക്ഷ പണ്ടുകാലത്ത് ഗ്രീക്കിൽ നടത്തിയിരുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു. ഈ ശിക്ഷ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൊല്ലുമ്പോഴാണ് കിട്ടുന്നത്. ഈ ശിക്ഷാ രീതി അനുസരിച്ച് കുറ്റം ചെയ്ത ആളിനെ പൊള്ളയായ ഒരു മരത്തടിയിൽ കിടത്തിയിട്ട് കെട്ടിയിടും. പൃഷ്ഠഭാഗം മുതൽ മരത്തടിക്ക് പുറത്തിടും. തേനും പാലും അയാളെ കൊണ്ട് ധാരാളം കുടിക്കും. ധാരാളം തേനും പാലും കുടിച്ചതിനാൽ വയർ ശക്തമായി ഇളകും. ശക്തമായ ദുർഗന്ധം എലി, പാറ്റ, ഈച്ച എന്നീ ജീവികളെ ആകർഷിക്കും. ഈ ജീവികളും വെള്ളത്തിലെ മീനുകളും കൂടി ക്രമേണ അയാളുടെ ശരീരം അകത്താക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന ശിക്ഷാ രീതിയുടെ പേരാണ് സ്കാഫിസം. ഒരാൾ അയാളുടെ അടുത്ത കുടുംബാംഗങ്ങളെ വല്ലതും കൊല്ലുകയാണെങ്കിൽ സ്കാഫിസം എന്ന ശിക്ഷാ രീതിയാണ് ലഭിക്കുന്നത്. സ്കാഫിസം അനുസരിച്ച് കുറ്റം ചെയ്ത ആളെ രക്തം വരുന്നത് ഒരു കുതിരത്തല്ല്, എന്നിട്ട് അയാളെ ഒരു ചാക്കിൻ്റെ അകത്തിടും. പക്ഷേ അയാളെ മാത്രമല്ല ആ ചാക്കിലിടുന്നത്, അയാളെ കൂടി വളരെയധികം കൊടൂര വിഷമുള്ള പാമ്പിനെയും വിശന്ന് വലഞ്ഞു കിടക്കുന്ന ചെന്നായനെയും അക്രമാസക്തനായ കുരങ്ങിനെയും ആ ഇടുങ്ങിയ ചാക്കിലിടും. അപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെയും ബാക്കിയുള്ള ജീവികളുടെയും മരണവെപ്രാളം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. പക്ഷേ അതുമാത്രമല്ല, അവർ ആ ചാക്കിനെ എടുത്ത് നദിയിലോ കുളത്തിലോ കൊണ്ടിടും. ഞാനീ പറഞ്ഞതിൽ ഒരു ശിക്ഷാ രീതിയെങ്കിലും നിലവിൽ വന്നിരുന്നെങ്കിൽ ജയിലിൻ്റെ ആവശ്യമേ നമ്മുടെ നാട്ടിൽ കാണില്ലായിരുന്നു. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് വളരെയധികം നന്ദി. ദയവ് ചെയ്ത് ആരെങ്കിലും ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഇറക്കിയത്. ആർക്കെങ്കിലും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം.